കർത്താവിന് അടിയനോടുള്ള കൽപ്പന എന്ത്? വിശുദ്ധ വേദപുസ്തകം എന്ന മഹാസാഗരത്തിലെ ഏറ്റവും ഉയരെ പൊങ്ങുന്ന തിരമാല ഏത് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരമാണ് ദൈവാശ്രയം. ഇസ്രയേലിൻ്റെ മഹാപ്രവാചകനായ മോശയ്ക്ക് ശേഷം ഇസ്രയേൽ മക്കളെ വാഗ്ദത്ത കനാനിലേക്ക് നയിക്കുന്ന യോശുവ യെരിഹോ മതിലിനരികെ എത്തി അതിനെ നോക്കുകയാണ്. തനിക്ക് കീഴടക്കേണ്ടുന്ന വലിയൊരു പ്രതിസന്ധിയാണ് യെരിഹോ മതിൽ. അപ്രകാരം യെരിഹോ മതിലിനെ നോക്കിക്കൊണ്ടിരുന്ന യോശുവയ്ക്ക് മുൻപിൽ ദൈവദൂതൻ പ്രത്യക്ഷപ്പെടുകയാണ്. ദൈവദൂതനെ സാഷ്ടാംഗം പ്രണമിച്ച് യോശുവ ചോദിക്കുന്നു, കർത്താവിന് അടിയനോടുള്ള കൽപ്പന എന്ത്? ദൈവമനുഷ്യനായ യോശുവയുടെ ഉപാധികളില്ലാത്ത വിധേയത്വമാണ് ഇവിടെ നാം കാണുന്നത്. നിയോഗങ്ങൾ ഏറ്റെടുക്കുവാനുള്ള ഒരു സന്നദ്ധത. സുവിശേഷത്തിൽ വിശുദ്ധ കന്യക മറിയാമിൻ്റെ ജീവിതത്തിൽ നാം അത് കാണുന്നു. ദേവാലയത്തിൽ ശുശ്രൂഷയിലായിരുന്ന മറിയാം ദൈവദൂതൻ്റെ ആശീർവാദം കേട്ടപ്പോൾ പറയുകയാണ്, ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി. ശമൂവേൽ ബാലൻ ശുശ്രൂഷയിലായിരുന്നപ്പോൾ, ദേവാലയത്തിലായിരുന്നപ്പോൾ ദൈവശബ്ദം കേട്ടിട്ട് പറയുന്നു, അടിയനിത. ദൈവത്തിൻ്റെ നിയോഗങ്ങളോട് അടിയനിത എന്ന് പറയുവാൻ നമ്മെയും നമ്മുടെ അനന്തര തലമുറയെയും രൂപപ്പെടുത്തുന്നിടത്താണ് നമ്മുടെ ആത്മീയ ജീവിതം ഫലവത്തായ ഒരു യാത്രയായി മാറുന്നത്. നാം ശ്രദ്ധിക്കേണ്ടുന്ന രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്നാമതായി, ദൈവാശ്രയം ഉള്ള ഒരു വ്യക്തിയുടെ ജീവിതത്തിൻ്റെ പരമാധികാരി ദൈവമായിരിക്കും. തൻ്റെ ഹൃദയ സിംഹാസനത്തിൽ ഉപവിഷ്ടനാകുവാൻ ഒരു ഭക്തൻ ദൈവത്തിന് ഇടം കൊടുക്കുന്നു. ജീവിതത്തിൻ്റെ അനുനിമിഷങ്ങളിൽ ദൈവം അവരെ നയിക്കുന്നു. രണ്ടാമതായി, തൻ്റെ ഭക്തരെ വഴിയിൽ അലയുവാൻ ദൈവം വിട്ടുകൊടുക്കുകയില്ല. രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 18-ാം അധ്യായം 20-ാമത്തെ വാക്യത്തിൽ നാം കാണുന്നു, നീ ആശ്രയിച്ചിരിക്കുന്ന ആശ്രയം എന്ത്? ചതഞ്ഞ ഓടക്കോലായി മിസ്രയീമിൽ നീ ആശ്രയിക്കുന്നു. അതിന്മേൽ ഒരുത്തൻ ഊന്നിയാൽ അവൻ്റെ ഉള്ളംകൈയിൽ അത് തറച്ചുകൊള്ളും. മിസ്രയീമിനെ ഇവിടെ ഒരു ചതഞ്ഞ ഈറ്റക്കമ്പിനോട് ഉപമിക്കുകയാണ്. ചതഞ്ഞ ഈറ്റക്കമ്പിൽ കൈ ഊന്നിയാൽ എന്താണ് സംഭവിക്കുക? അതിലൂന്നുന്ന കൈ മുറിഞ്ഞു പോകും. ലോകം മിസ്രയീമിൻ്റെ ഒരു സൂചനയാണ്. ഈ ലോകകാര്യങ്ങളിൽ ക്രമത്തിലധികമായി നാം ഊന്നുമ്പോൾ ഊന്നുന്ന കൈ മുറിഞ്ഞു പോകുവാൻ ഇടയുണ്ട്. ഉള്ളം കൈയിൽ മുറിവ് പറ്റാതിരിക്കണമെങ്കിൽ ലോകത്തിൽ ഊന്നാതെ ദൈവസന്നിധിയിലേക്ക് ഉയർത്തുവാൻ നമുക്ക് സാധിക്കണം. യോശുവയെ പോലെ നമുക്ക് ചോദിക്കാൻ സാധിക്കണം, കർത്താവിന് അടിയനോടുള്ള കൽപ്പന എന്ത്?